നമസ്തേ ടു ഓൾ ഓഫ് യു. ഇറ്റ്സ് മീ സ്വർണ. ഇന്ന് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഒരു വലിയ പ്ലാൻ കൊണ്ടല്ല, ഒരു ചെറിയ സംഭവത്തിൽ നിന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടു. വളരെ കഴിവുള്ള, പഠിച്ച, ഒരു കാലത്ത് സ്വന്തം സ്വപ്നങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസത്തോടെ സംസാരിച്ചിരുന്ന ഒരാൾ. പക്ഷേ ആ ദിവസങ്ങളിലൊക്കെ അവൾ പറഞ്ഞിരുന്നത് ഇതായിരുന്നു: എനിക്ക് എൻ്റെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കാനും എല്ലാവരും ചേർത്ത് നിർത്താനും എല്ലാവർക്കും മാതൃകയാവാനും എനിക്ക് സാധിക്കണം. അതിന് ഞാൻ ഏതറ്റം വരെയും ശ്രമം നടത്തും. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ അവളെ കണ്ടപ്പോൾ ആ വാക്കുകൾ എൻ്റെ മനസ്സിൽ ഒരു ഭാരമായി തോന്നി. ഞാൻ കണ്ടതിൽ ഒരാൾ മാത്രമല്ല, ഒരുപാട് പേർ ഇതുപോലുള്ള സ്വപ്നങ്ങൾ വഴിയിൽ എവിടെയോ മറന്നുവെച്ച് ജീവിക്കുന്നവരുണ്ട്. ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് തന്നെ അറിയില്ല, ഒരു തുടക്കം കിട്ടുന്നില്ല, വെറുതെ ഇരിക്കുമ്പോൾ മെന്റലി ഫിസിക്കലി ഡൗൺ ആയി പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേർ നമ്മുടെ ചുറ്റുമുണ്ട്. ഇതുപോലെ തന്നെ ആ വ്യക്തിയും എന്നോട് പറഞ്ഞു, ഞാനും ഇപ്പോൾ സ്ട്രെസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. ആ വാക്കുകൾ കേട്ടപ്പോൾ അത് ഒരാളുടെ മാത്രം പ്രശ്നമല്ലെന്ന് എനിക്ക് മനസ്സിലായി. വിവാഹത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു കരിയർ ബ്രേക്ക് എടുത്തതിന് ശേഷം, അതുമല്ലെങ്കിൽ കുട്ടികളുണ്ടായതിനു ശേഷം പല സ്ത്രീകളും ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. കഴിവില്ലാത്തത് കൊണ്ടല്ല, ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ എവിടെ നിന്നോ തുടങ്ങണം എന്നറിയാത്തത് കൊണ്ടാണ്. അവൾ എന്നോട് ചോദിച്ചു, ഇതിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് വരാം? ഇനിയും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, വലിയ ഉപദേശങ്ങളൊന്നും കൂടാതെ ചുമ്മാ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ തന്നെ ചെയ്യാവുന്ന, സമ്മർദ്ദമില്ലാത്ത ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ചേർന്ന കാര്യങ്ങൾ. നമ്മുടെ ആ സംസാരത്തിന് ശേഷം എനിക്കൊരു കാര്യം വളരെ വ്യക്തമായി തോന്നി. ഇതുപോലെ ചിന്തിച്ചു നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവർക്കൊന്നും ആരുടെയും ഉപദേശം വേണ്ട, ഒരു ഷൗട്ടിങ്ങും വേണ്ട, ഒരു ജഡ്ജ്മെന്റും വേണ്ട. ഒരാൾ പറഞ്ഞു തരുന്ന ഒരു തുടക്കം മാത്രം മതി. പലപ്പോഴും നമ്മൾ കരുതുന്നത് റീസ്റ്റാർട്ട് ചെയ്യാൻ വലിയ എനർജി വേണമെന്നാണ്, വലിയ വലിയ കോൺഫിഡൻസ് വേണമെന്നാണ്. യാഥാർത്ഥ്യം അങ്ങനെയല്ല. റീസ്റ്റാർട്ട് ചെയ്യാൻ ആദ്യം വേണ്ടത് അവനവൻ സ്വയം കുറ്റപ്പെടുത്തുന്നത് നിർത്തുന്നതാണ്. മിക്കവരും പലപ്പോഴും പറയുന്നതാണ്, ഞാൻ ഒരുപാട് വൈകിപ്പോയി, ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പുതിയ തലമുറയോടൊപ്പം ഞാൻ പൊരുത്തപ്പെട്ടു പോവാൻ സാധിക്കില്ല. ഇതൊന്നും ഫാക്ട്സ് അല്ല, ഇതൊക്കെ നമ്മൾ തന്നെ പഠിച്ചു വെച്ച പൊട്ട ഭയങ്ങളാണ്. വിവാഹത്തിന് ശേഷം കുഞ്ഞിനെ നോക്കുന്ന തിരക്കിൽ, വീട്ടിലെ ഉത്തരവാദിത്തങ്ങളിൽ സ്ത്രീകൾ പലപ്പോഴും സ്വന്തം ചിന്തകളെ പോസിലാക്കും. പോസ് എന്നത് പറഞ്ഞത് ബ്രേക്കല്ല, പക്ഷെ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പലർക്കും ഒരവസരം കിട്ടാറില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് പലരും മെന്റലി ഫിസിക്കലി ഡൗൺ ആവുന്നത്. ഒന്നും ചെയ്യാതിരുന്നാലും കുറ്റബോധം, ചെയ്യാൻ ശ്രമിച്ചാലോ പേടി. ഇതിൻ്റെ നടുവിൽ സ്വയം തന്നെ സംശയിക്കാൻ തുടങ്ങും. ഈ വീഡിയോ അങ്ങനെയുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ഒരാൾക്കാണ്. ഇപ്പോൾ തന്നെ എല്ലാം ശരിയാക്കണമെന്ന് ചിന്തിക്കുന്നവർക്കല്ല. ഇപ്പോൾ ഒന്ന് ശ്വസിക്കണം, ഒന്ന് ചിന്തിക്കണം, ഒന്ന് തുടങ്ങണം എന്ന് തുടങ്ങുന്നവർക്കാണ്.
ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഒരു ദിവസം കൊണ്ട് സക്സസ് ഉണ്ടാക്കാമെന്നൊന്നും ഒരു വാഗ്ദാനമൊന്നുമല്ല. പക്ഷേ എനിക്കും സാധിക്കാം എന്ന ഉള്ളിൽ ഒരു ശാന്തമായ വിശ്വാസം ഉണ്ടാക്കാൻ ശ്രമിക്കും. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ജീവിതത്തിനോട് ചേർന്ന കാര്യങ്ങളായിരിക്കും. കരിയർ ബ്രേക്ക് കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നത്, കോൺഫിഡൻസ് തിരികെ കൊണ്ടുവരുന്നത്, മെന്റലി സ്ട്രോങ് ആകുന്നതിന്, ഫിയർ മാനേജ് ചെയ്യുന്നതിന് വേണ്ടി എല്ലാം നമ്മുടെ ഒരു ശക്തി പുറത്തെടുക്കാനുള്ള ഒരിടമായിട്ടാണ് ഈ ഒരു സ്പേസ് നിങ്ങൾക്കുള്ളത്. ഇതൊരു പെർഫെക്റ്റ് ലൈഫ് കാണിക്കാനുള്ള ഇടമൊന്നുമല്ല കേട്ടോ. പക്ഷേ റിയൽ ലൈഫിൽ നിന്ന് സ്ലോ ആയി മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഒരിടമാണ്. ഈ വീഡിയോ ഇത്രയും സമയം കേട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങളിൽ ഒരാളെങ്കിലും ഈ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഇപ്പോഴും അതിൽ തന്നെ നിൽക്കുന്നുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയുന്ന ഒരേ ഒരു കാര്യമാണ്, നിങ്ങൾ ആരും ഒറ്റയ്ക്കല്ല. ഈ യാത്രയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൂട്ടായി ഈ ഒരിടം ഉണ്ടാകും. അതായത് ഒന്നും ഫോഴ്സ് ചെയ്യാതെ, ഒരു കമ്പാരിസണും ഇല്ലാതെ നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയാൻ, എങ്ങനെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നതിന് നിങ്ങളുടെ ഷോൾഡറിൽ ഒരു ചെറിയ തട്ട്, അത്ര മാത്രമേ ഉള്ളൂ. ചെറിയ തട്ട് കിട്ടിയാൽ നമ്മളങ്ങ് സ്റ്റാർട്ടായിക്കൊള്ളടോ. നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ഈ യാത്രയിൽ എന്നോടൊപ്പം കൂടെയുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ റെഡി എന്ന് ടൈപ്പ് ചെയ്തോളൂ. കാരണം ഇതൊരു തുടക്കം മാത്രമാണ്. ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണിത്. ഇതിനെ നിങ്ങൾ ഏറ്റെടുത്താൽ എനിക്ക് മനസ്സിലാവും ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടെന്ന്. നിങ്ങൾ പറഞ്ഞാലല്ലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ വീടൊന്ന് വൃത്തിയാക്കുമ്പോൾ, ഒന്ന് വൈറ്റ് വാഷ് ചെയ്യാൻ നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ ആദ്യം എന്താണ് ചെയ്യുക? പഴയ ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ നമ്മൾ നീക്കം ചെയ്യുമല്ലേ? അങ്ങനെ ചെയ്യാതെയാണ് നമ്മൾ വൈറ്റ് വാഷ് ചെയ്യുന്നതെങ്കിൽ എത്ര സമയം നഷ്ടപ്പെടും, എത്രമാത്രം സ്ട്രെസ് ഉണ്ടാവും. അതേസമയം എല്ലാം ക്ലീൻ ചെയ്ത് അവസാന ഘട്ടത്തിലാണ് നമ്മൾ വൈറ്റ് വാഷ് ചെയ്യുന്നതെങ്കിൽ എത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒരുപക്ഷെ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നതിൻ്റെ സമയം ലാഭിക്കാം, പിന്നീടുള്ള സ്ട്രെസ് ഒഴിവാക്കാം. അപ്പോൾ മാറാലയും ആവശ്യമില്ലാത്ത സാധനങ്ങളും ഒക്കെ നമ്മൾ ആദ്യം നീക്കം ചെയ്യണം അല്ലേ? അതേപോലെ തന്നെയാണ് നമ്മുടെ മൈൻഡും. അനാവശ്യമായ ഒരുപാട് തോട്ട്സ് ഉണ്ടാവും, ഒരുപാട് കുടുങ്ങിക്കിടക്കുന്ന കാര്യങ്ങളുണ്ടാവാം. ഇതിനൊന്നും ഒരു സൊല്യൂഷൻ കണ്ടെത്താതെ നമ്മളൊരു പക്ഷേ പല ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ പോയി അറ്റൻഡ് ചെയ്യും, മോട്ടിവേഷനുള്ള ഒരുപാട് വീഡിയോസ് കേൾക്കും, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് ഉണ്ടാവുമോ? ഒരിക്കലുമില്ല. ആദ്യം നമ്മൾ നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി എന്തൊക്കെയാണ് നീക്കം ചെയ്യേണ്ടതെന്ന് ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം ഈ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കും. നിങ്ങൾക്ക് തന്നെ ഒരു പുതിയ അനുഭവമായിരിക്കാം. എവിടെ നമ്മൾ പോയി ഏത് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താലും അവിടെയുള്ള ട്രെയിനേഴ്സായാലും ടീച്ചേഴ്സായാലും അവരൊരു ടോപ്പിക്കാണ് എടുക്കുന്നത്. 100 പേരോ 1000 പേരോ ഉണ്ടാവും. ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഈ പ്രശ്നങ്ങൾക്കല്ലേ ആദ്യം പരിഹാരം വേണ്ടത്. അങ്ങനെ പരിഹരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ എത്തുന്നതെങ്കിൽ ആ പറയുന്ന ടോപ്പിക്ക് നമുക്ക് യൂസ്ഫുൾ ആവും. അല്ലെങ്കിൽ വെറും സമയം കളയൽ മാത്രമായിരിക്കും. അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മളിലേക്കൊന്നു തിരിഞ്ഞു നോക്കി ആവശ്യമില്ലാത്തതൊക്കെ നീക്കം ചെയ്യാൻ ശ്രമം തുടങ്ങണം. ഒരു പ്രശ്നം മനസ്സിലാക്കി അതിനെ ശരിയാക്കുമ്പോൾ മാത്രമേ പുതിയ അറിവുകളും പാഠങ്ങളും ശരിയായി ഉപയോഗിക്കാൻ കഴിയൂ. അതുവഴി തീർച്ചയായും ഫലങ്ങൾ ഉണ്ടാകും. നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ
ആദ്യം അതിനുവേണ്ടി സ്വയം തയ്യാറാവണം. നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾക്ക് വേണ്ട കെയർ, സപ്പോർട്ട്, ആത്മവിശ്വാസത്തോടെ നിങ്ങളെ സഹായിക്കാൻ ഞാൻ എപ്പോഴും ഉണ്ടാകും. അതിനാൽ നമുക്കങ്ങ് തുടങ്ങിയേക്കാം. ഓക്കെ അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓക്കെ ആണെങ്കിൽ റെഡി എന്ന് കമൻറ്റ് ചെയ്യൂ. വീണ്ടും കാണാം. താങ്ക് യു.